Hi, good morning friends. It's me Simon. It's me Simon YouTube channel. Simon Varghese Instagram, Simon Varghese Facebook welcomes you all. Have a fantastic positive day. നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ പീഡിപ്പിക്കപ്പെട്ട നടിയുടെ ആ ഒരു കുറ്റത്തിൽ ശിക്ഷാവിധിയൊക്കെ വന്നു. കേരള ജനത തൃപ്തരല്ലെന്ന് തോന്നുന്നു. എന്തായാലും ഒരു കോടതി വിധിയും അന്ത്യമല്ലല്ലോ. ഇനിയിപ്പം ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. ഓക്കെ, ഗവൺമെൻറ് എന്തായാലും അപ്പീൽ പോകാൻ തീരുമാനിച്ചല്ലേ. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് തൊട്ട് ഈ ഗുണ്ടകൾ ചുമ്മാ ഒരു സുപാതി ഇങ്ങനെ ചെയ്യുമെന്നാരും വിചാരിക്കുന്നത്. അപ്പോൾ ഒരു കാരണമുണ്ട്. ആ കാരണം റൂട്ട് കോസിനെ വിട്ടുകൊണ്ടാണ് എന്തായാലും ഫൈൻഡിങ്സ് വന്നത്. അത് ശരിയാകുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ ഒത്തിരി ആക്ഷേപങ്ങളൊക്കെ വന്നിരിക്കുന്നു. വിധി മുൻകൂട്ടി തന്നെ കേരളം ഇഷ്ടപ്പെടുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയായ കമാൽ പാഷയ്ക്ക് വരെ വിധി പകർപ്പ് മുൻകൂട്ടി കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ വിശ്വാസ്യത പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആ സെഷൻസ് ജഡ്ജ് അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കഠിനമായ ശിക്ഷ സുപ്രീം കോടതി കൊടുക്കേണ്ടി വരും. കാരണം കേരള ചരിത്രത്തിലോ ഇന്ത്യ ചരിത്രത്തിലോ പോലും കേൾക്കാത്ത കാര്യങ്ങളാണ് കേൾക്കുന്നത്. അത് പലവിധ നേതാക്കന്മാരും പണ്ട് ഇങ്ങനെയൊക്കെ ലീഗലി സ്ക്രൂട്ടിനൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്തൊരു ഇടപെടൽ ഉണ്ടായെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്, ഞെട്ടലുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പം നമുക്ക് കാത്തിരിക്കാം. ഗവൺമെൻറ് അന്വേഷണത്തിന് വിടുമെന്ന് വിചാരിക്കുന്നു. എല്ലാ ലീഗൽ കോൺസ്പിറസി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതറിയണം. എന്തായാലും അത് നമുക്ക് വെച്ച് വെറുപ്പിക്കാൻ പറ്റത്തില്ല. കുറച്ച് ദിവസം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ചെയ്യാഞ്ഞിട്ടില്ല. പല വീഡിയോ ഇൻകംപ്ലീറ്റ് ആയി പോവുകയാണ്. എൻ്റെ ഈ സ്പേസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെ എനിക്കുള്ള തിരക്കിൻ്റെ പ്രശ്നമുണ്ട്. അന്നത്തെ ദിവസം വലിയ തിരക്കായിരുന്നു. അപ്പോൾ നാളെ ഞാൻ ഞങ്ങളുടെ എൽഡേഴ്സും ഒക്കെ ആയിട്ട് ഞാൻ പാക്കിൽ സെൻറ്റ് തെരേസാസ് ദേവാലയം വിജയവരം ഡയസിന് കീഴിലുള്ളൊരു റോമൻ കാത്തലിക് ചർച്ചാണ്. അവിടുത്തെ എൽഡേഴ്സിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. അപ്പോൾ ഞങ്ങളുടെ നേതൃത്വത്തിൽ, എൽഡേഴ്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജോർജ് തമ്പാന്, ഞാൻ, LC ജോസഫൊക്കെ അടങ്ങിയൊരു ടീമാണ്. അപ്പം ഞങ്ങളാണ് ഈ ടീമിനെ നയിക്കി. ഞങ്ങൾ കന്യാകുമാരി പോവുകയാണ്. കന്യാകുമാരി മാത്രമല്ല, തിരുവനന്തപുരത്ത് ബൈബിൾ മ്യൂസിയം കാണും. അത് കഴിഞ്ഞ് വിശുദ്ധ ദേവസായം പിള്ളയുടെ മുട്ടിടിച്ചാമ്പാറ, കാറ്റാടിമല ഒക്കെ സന്ദർശിക്കും. കാറ്റാടിമലയിൽ വെച്ചാണ് ഈ വിശുദ്ധ ദേവസായം പിള്ളയെ വെടിവെച്ച് കൊല്ലുന്നത്. അതിനുശേഷം നേരെ കന്യാകുമാരി, പിന്നെ അവിടെ നമ്മുടെ വിവേകാനന്ദ പാറയിലൊക്കെ പോകും. സൺസെറ്റും സൺറൈസും കണ്ട് തിരിച്ചു വരുമ്പം വിശുദ്ധൻ്റെ ടോംബ്, അതായത് ശവസംസ്കാരം നടത്തിയിരിക്കുന്ന പള്ളിയിൽ പോകും. തുടർന്ന് വിശുദ്ധൻ ജോലി ചെയ്തിരുന്ന മാർത്താണ്ഡവർമ്മ കൊട്ടാരം കാണും. അതിനുശേഷം കോവളം, പിന്നെ സാധ്യമെങ്കിൽ വെട്ടുകാട് പള്ളി, തിരിച്ച് കോട്ടയം. ഇതാണ് നമ്മുടെ ടൂർ പ്രോഗ്രാം. ഇതൊക്കെ ഞാൻ പറയുന്നത് നമ്മുടെ വീഡിയോയിൽ എവിടെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും ആർക്കും വിനോദയാത്ര പോകാം അല്ലേ? പക്ഷെ സമാന സ്വഭാവമുള്ള, സമാന വിജയികളായിട്ടുള്ള ആളുകളുമായിട്ട് പോകുമ്പോൾ ഒരു സന്തോഷമില്ലേ? ഈ 60 വയസ്സ് കഴിഞ്ഞ്, ഗുഡ് മോർണിംഗ് സാർ, 60 വയസ്സ് കഴിഞ്ഞ ആളുകളെന്ന് പറയുമ്പോഴേ അവർ ജീവിതത്തിൽ വിജയിച്ചവരാണ്. രോഗം കൊണ്ട് ഇടയ്ക്കിറങ്ങാം, മദ്യപാനം കൊണ്ട് ഇടയ്ക്കിറങ്ങാം, മറ്റ് സ്വഭാവ ദൂഷ്യം കൊണ്ട് ഇടയ്ക്കിറങ്ങാം, അങ്ങനെയൊക്കെ പോകാം. പക്ഷേ ഇതൊന്നും പോകാതെ 60, 70, 80, 90 ആകുക എന്ന് പറഞ്ഞാൽ വിജയികളും അതിവിജയികളുമാണല്ലേ. അപ്പം ഇങ്ങനെയുള്ളവരുമായിട്ടാണ് നമ്മൾ വിനോദയാത്ര പോകുന്നത്. അതുകൊണ്ട് തന്നെ വിനോദയാത്രയ്ക്ക് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കന്യാകുമാരി എന്നുള്ള വീഡിയോ ഒക്കെ നാളെ നാളഞ്ചായിട്ടൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. എന്തായാലും നമ്മൾ ഈ കേരള സംസ്ഥാനം ഉത്തരോത്തരം മുന്നോട്ട് പോകുവാൻ, അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ജനങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളത് നാടിൻ്റെ ഏത് മുക്കിലും മൂലയിലും ചെന്നാൽ കാണാം. തെരുവീതികളിൽ നിന്ന് പ്ലാസ്റ്റിക്കുകളൊക്കെ നീക്കം ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു.
കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇനിയുണ്ട്. പക്ഷേ ബോധം വന്നു, വഴിയിൽ എറിയുന്ന പരിപാടിയൊക്കെ നിർത്തി. രണ്ടാമത് ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി. ഒരു ചെടിയെങ്കിലും ഒരു തെരുവോരത്ത് വെച്ചില്ലെങ്കിൽ ഞാനൊരു മോശക്കാരനെന്നുള്ള വിചാരം രാഷ്ട്രീയക്കാർക്ക് പോലും വന്നു തുടങ്ങി. ഒരു പഞ്ചായത്ത് മെമ്പറായാലും കൗൺസിലറായാലും ആരായാലും താൻ അധിവസിക്കുന്ന ഭൂമിയിലെ തെരുവുകൾ ഗുഡ് മോർണിംഗ് ശുചിയായിട്ട് സൂക്ഷിക്കാനുള്ള ബാധ്യതയുണ്ടെന്ന് അറിയുന്നത് നല്ല കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കേരളം ഓരോ മുക്കും മൂലയും ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറും. നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ഓർഡറുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു. ഈ ടൂറിസ്റ്റ് ഓർഡറിൽ മുറിയൊക്കെ അങ്ങോട്ട് ഈസിയായിട്ട് കിട്ടുന്ന കിട്ടുമ്പോൾ കന്യാകുമാരി തന്നെ ഞങ്ങൾ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത് 2 മാസം മുമ്പാണ്. അത്രയും ടഫാണ് മുറി കിട്ടാൻ. അപ്പം ഞാൻ കുമളി പോയ ബുദ്ധിമുട്ടിയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ടൂറിസം വികസിക്കണമെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ തെരുവുകൾ നന്നാകണം. തെരുവുകളൊക്കെ ഓൾമോസ്റ്റ് നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ചുറ്റുമുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കണം. അത് നട്ട് നനയ്ക്കണം. വെച്ചാൽ മാത്രം മതി, നട്ട് നനയ്ക്കണം. അതിൽ പൂക്കളുണ്ടാകണം, കിളികൾ വരണം, ശലഭങ്ങൾ വരണം. അങ്ങനെ മധുര മനോഹരമാക്കി മാറ്റണം. പിന്നെ ഇപ്പോൾ നമ്മുടെ സ്വഭാവമാണ്. ഇപ്പോൾ വിദേശത്ത് വരുന്ന പെൺകുട്ടികൾക്ക് വലിയ ശല്യമുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവരും ഒന്ന് ഒതുങ്ങിയ അവരൊരു പ്രത്യേക ക്ലാസിഫൈഡ് പീപ്പിളാണെന്നും അവരെ അലോസരപ്പെടുത്തിയാൽ ഇംപ്രസ്മെൻ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണോ എന്തോ അറിയില്ല. ഇപ്പോൾ അവർക്ക് വലിയ ശല്യം ഇല്ലെന്ന് അവർ പറയും സംസാരിക്കുമ്പോൾ. നത്തിങ്, വി ആർ ലിവിങ് ലൈക്ക് ഫിഷ് ഇൻ ദി വാട്ടർ എന്നാണ് പറയുന്നത്. വെള്ളത്തിൽ മത്സ്യം എന്ന പോലെയാണ് ഞങ്ങൾ കേരളത്തിൽ എന്നാണ് വിനോദസഞ്ചാരികൾ പറയുന്നത്. ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ ബോട്ടുകാർ, ടാക്സിക്കാരെല്ലാം അങ്ങനെയാണെന്ന്. പക്ഷേ ശകല അപവാദമുണ്ട്. മൂന്നാറിലെ ടാക്സിക്കാർ ഒരു ശകലം ഫോർവേഡാണ്. അവരെ നിയന്ത്രിക്കാൻ കരുത്തുറ്റ ഓഫീസർമാരെയൊക്കെ പോലീസ് നിയമിച്ചിട്ടുണ്ട്. അത്തരംകാരെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകളെ ഗവൺമെൻറ് അങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്, സർവീസിലെ മിടുമിടുക്കന്മാരെ. തീർച്ചയായിട്ടും ടൂറിസ്റ്റുകൾക്ക് എതിരായിട്ടുള്ള അട്രോസിറ്റീസ് അത് ചെറുതാണേലും വലുതാണേലും നമ്മൾ വെച്ച് പൊറിപ്പിക്കത്തില്ല. ഗുഡ് മോർണിംഗ്, വെച്ച് പൊറിപ്പിക്കത്തില്ല, ആക്ഷൻ എടുക്കുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. കാരണം ഇൻഫ്രാസ്ട്രക്ചറെല്ലാം ഡെവലപ്പ് ചെയ്ത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് ടൂറിസ്റ്റുകൾ വരുമ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് കൂട്ടം കൂടി ടൂറിസ്റ്റുകൾ എപ്പോഴും 1-2 പേരായി. അവരെ ഇപ്പോൾ ഏതെങ്കിലും ലോക്കലിലെ ഓട്ടോറിക്ഷക്കാരോ അല്ലെ ടാക്സിക്കാരോ കൂട്ടം കൂടി അപമാനിക്കുകയോ ചെയ്താൽ അത് നമ്മുടെ നാടിന് ദോഷം. ഈ വരുന്ന ആളുകൾ വിദേശത്ത് പോയി ഇത് എഴുതി വിടും, അവരുടെ ബുക്കുകൾ എഴുതും. അപ്പോൾ നമുക്ക് നാണക്കേടാവും. അതുകൊണ്ട് ഗുഡ് മോർണിംഗ് എവരിവൺ, ഹായ്. അപ്പോൾ നമ്മൾ വി മസ്റ്റ് ബി വെരി കെയർഫുൾ while we are deals with this such people. When we are deals with the tourist, either from the nation or from out of this nation, I mean യൂണിവേഴ്സൽ ബ്രദർഹുഡിൽ വരുന്ന ടൂറിസ്റ്റുകളുമുണ്ട്. അവരെ ആണേലും നമ്മുടെ എന്താ അതിഥി ദേവോ ഭവ എന്നല്ലേ നമ്മളെ ഇവിടെയൊക്കെ നമ്മുടെ ചൊല്ലും മിത്തുമൊക്കെ പഠിപ്പിക്കുന്നു. അപ്പോൾ അതിഥി ദൈവത്തെ പോലെ കാണണം അല്ലേ, അതിഥി ദേവോ ഭവ. തീർച്ചയായിട്ടും അതിന് നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം കൂടെ ചെയ്യുന്ന കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ നമ്മൾ സാധാരണക്കാർ കൂടി സഹകരിക്കണം. അതിന് നമുക്ക് ശ്രമിക്കാം. കേരളത്തിൻ്റെ മുന്നേറ്റത്തിൽ നമുക്ക് പങ്കാളികളാകാം. കേരളം മുന്നേറുക എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ മുന്നേറും. കേരളത്തിൽ വരുന്ന മിടുമിടുക്കന്മാരാണ് ലോകം മുഴുവൻ പറയുന്നുകൊണ്ടിരിക്കുന്നത്. എഡ്യൂക്കേഷനലി, ഹെൽത്ത് വൈസ് ആൻഡ് ഓൾ, കൾച്ചർ വൈസ്, നോളജ്, എവറിത്തിങ്. ഏത് സെക്ടർ എടുത്താലും അവർ മിടുക്കരാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നിച്ച് പോരാടാം. കേരളത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഒന്നിച്ച് പണിയെടുക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. താങ്ക് യു.